ഭക്തേഷു ഭക്തേന സമാനിതസ്ത്വയാ പുരീം വസന്നേകനിശാം മഹാസുഖം ബദാ പരിദ്യുർദ്രവിണം വിനായയോ വിചിത്രരൂപ തവ ഖൽവനുഗ്രഹ യദി ഹ്യയാചിഷ്യം അദാസ്യദച്യുതോ വരാമി ഭാര്യാം കിമിതി വ്രജന്നസൗ ത്വദുക്തിലീലാസ്മിതമഗ്നധീ പുനഃ ക്രമാദ പശ്യൻ മണിദീപ്രമാലയം. എല്ലാവർക്കും നമസ്കാരം. നമ്മൾ കുട്ടിക്കാലത്ത് ഒരു ശ്ലോകം കേട്ടിട്ടുണ്ട്. ഉണ്മാനില്ലഞ്ഞൊരു നാളൊരു പിടി അവിലും കൊണ്ടു ചെന്നാൻ കുചേലൻ സമ്മാനിച്ചങ്ങിരുത്തി ത്രിഭുവന പെരുമാൾ അതരാൾ ചോറു നൽകി സമ്മോദം പൂണ്ടിരുന്നു മുരഹരൻ അവിലും തിന്നുപോരും ദശായാം ബ്രഹ്മാനന്ദം കുചേലൻ അനവധി ധനവും നൽകിനാൻ നന്ദസൂനു. ഇങ്ങനെയാണ് നമ്മൾ കുട്ടിക്കാലത്ത് ആ കഥ പരിചയപ്പെടുത്തുന്നത്, നമ്മൾക്ക് പരിചയപ്പെടുത്തി തരുന്നത്. അങ്ങനെ ഒരു ശ്ലോകത്തിൽ കൂടെ ആ കുചേല കഥ ഭംഗിയായിട്ട് പറഞ്ഞു. പിന്നീട് കുഞ്ചൻ നമ്പ്യാരുടെ ശ്രീകൃഷ്ണചരിതം മണിപ്രവാളം, അതിലത്തെ കുറേ ശ്ലോകങ്ങൾ ഞങ്ങളെ അച്ഛൻ പഠിപ്പിക്കുകയുണ്ടായി. അതിലും കുചേലൻ്റെ കഥ നല്ല ഭംഗിയായിട്ട് വിവരിച്ചിട്ടുണ്ട്. സുചേഷ്ടിതം കൊണ്ടു ജഗത്പ്രസിദ്ധൻ കുചേലൻ എന്നുള്ളൊരു ഭൂമിദേവൻ എന്നിങ്ങനെ പറഞ്ഞിട്ട് ആ കുചേല കഥ വളരെ ഭംഗിയായിട്ട് അങ്ങനെയാണ് രണ്ടാമത് നമ്മൾ പരിചയപ്പെടുന്നത്. പിന്നീട് രാമപുരത്തു വാര്യരുടെ കുചേലവൃത്തം വഞ്ചിപ്പാട്ട്, ചെറുശ്ശേരിയുടെ കൃഷ്ണഗാഥയിലെ ആ കുചേല കഥ, ഇങ്ങനെ പല തരത്തിൽ നമ്മൾ കുചേല കഥകൾ കേട്ടു. മാത്രമല്ല അപ്പോഴേക്കും കുറച്ച് കഥകളിയിൽ കുചേലവൃത്തം വളരെ പ്രധാനമാണ്. ഇപ്പോഴും അതെ, ആ കുചേലവൃത്തം പല സ്ഥലത്തും കളിക്കുന്നുണ്ട്. ഒരു അപൂർവ സൗഹൃദത്തിൻ്റെ കഥയാണല്ലോ അത്. അതുകൊണ്ട് പിന്നെ ഭാഗവതത്തിൽ ദശമത്തിലെ 80-81 അധ്യായങ്ങളിലാണ് ഈ കുചേലോപാഖ്യാനുള്ളത്. അതൊക്കെ പിന്നീട് കുറെ കഴിഞ്ഞിട്ടാണ് നമ്മൾ കാണുന്നത്. പക്ഷെ നാരായണീയത്തിലെ കുചേല വൃത്തം കഥ ഇന്നിപ്പോൾ എല്ലാവർക്കും അറിയാം. ഈ സപ്താഹവേദികളിൽ കുചേലവൃത്തം വളരെ ഭംഗിയായിട്ട് അവതരിപ്പിക്കാറുണ്ട്. ഇപ്പോൾ വേഷം കെട്ടിയിട്ടും ഒക്കെ അവതരിപ്പിക്കാറുണ്ട്. അപ്പം അത് കൂടുതലായിട്ട് കുചേല കഥ പറയേണ്ട കാര്യമില്ല. കുചേലൻ നമ്മൾ കളിക്കാൻ പോകുന്ന ദശകം 87. അതിൽ കുചേലനാമ ഭവത സതീർത്ഥ്യതാം ഗത സ സാന്ദീപനി മന്ദിരേ ദ്വിജ എന്നാണ് തുടങ്ങുന്നത്. അപ്പോൾ ഭഗവാന്റെ സതീർത്ഥ്യനായിരുന്ന കുചേലൻ, സതീർത്ഥ്യൻ എന്ന് പറഞ്ഞാൽ ഒരേ ഗുരുവിൻ്റെ കീഴിൽ പഠിക്കുന്നവരെന്നർത്ഥമാണ്. അങ്ങനെ തീർത്ഥം എന്നുള്ളതിന് ഗുരു എന്നർത്ഥമുണ്ട്. അപ്പം അങ്ങനെ സമാനമായിട്ടുള്ള ഒരേ തുല്യ ഗുരുവിൻ്റെ കീഴിൽ പഠിച്ചിട്ടുള്ള 2 പേരാണ് ഇവർ. അവിടെ പഠിച്ചു. പഠനം കഴിഞ്ഞിട്ട് പിരിഞ്ഞിട്ട് പിന്നെ കണ്ടിട്ടില്ലേ അവർ. കുചേലൻ്റെ ഗൃഹത്തിലെ ഭാര്യയും കുട്ടികളൊക്കെ ആയിട്ട് കഴിയണു. കൃഷ്ണന് പിന്നെ കാര്യഭാരങ്ങളാണല്ലോ, കൃഷ്ണൻ അങ്ങനെ തിരക്കായിട്ട് കഴിയുക. അപ്പോൾ കുചേലൻ ഇവിടെ ഭാര്യ മക്കളുമായിട്ട് കഴിയണു വെച്ചാലും അദ്ദേഹത്തിന് ഈ പ്രാരബ്ധമൊന്നും ബാധിക്കില്ല. കാരണം അദ്ദേഹത്തിന് ധനാദി നിസ്പൃഹനാണ്. അദ്ദേഹം ധനങ്ങളിലൊന്നും യാതൊരു കൊതിയില്ലാത്ത ആളാണ്, ആഗ്രഹമില്ലാത്ത ആളാണ്. അപ്പം അങ്ങനെ ജീവിച്ചു പോകണമെന്നേ ഉള്ളൂ. അപ്പം അതിന് യോജിച്ചൊരു പത്നിയെ കിട്ടി. പക്ഷെ ആ പത്നി എങ്ങനെയൊക്കെയോ കാര്യം ഇല്ലങ്ങളിൽ ചെന്ന് നടന്നിരുന്നാൽ ഇല്ലെന്ന് ചൊല്ലുന്ന ജനങ്ങളേറും എന്ന് പറയണില്ലേ. അപ്പോൾ എങ്ങനെയൊക്കെയോ കഴിച്ചു കൂട്ടി.
പിന്നെ അങ്ങനെ ദാരിദ്ര്യം കൊണ്ട് പൊറുതി വിട്ടിയപ്പോൾ ഒരിക്കൽ തൻ്റെ ഭർത്താവായിട്ടുള്ള കുചേലനോട് ചെന്ന് പറഞ്ഞു, ഇത് വല്ലാത്ത കഷ്ടമാണ്, അങ്ങക്ക് ആ ശ്രീകൃഷ്ണൻ അങ്ങയുടെ സഖിയല്ലേ, കൂട്ടുകാരനല്ലേ, ഒന്ന് പോയി കണ്ടൂടെ? കുട്ടികൾ ഇവിടെ വളരെ എൻ്റെ കാല് പിടിച്ച് കരയാണ് കുട്ടികൾ വിശന്നിട്ടെ, അപ്പോൾ ഒന്ന് പോയി കാണൂ. കാരണം അപേക്ഷയുള്ളൊരു ജനത്തിനെല്ലാം ഉപേക്ഷ കൂടാതെ കൊടുക്കുമീശൻ, മനക്കുരുന്നിൽ കനിവുള്ള കൃഷ്ണൻ നിനക്കു പണ്ടേ സഖി എന്ന് കേൾപ്പുന്ന മണിപ്രവാളത്തിൽ പറയുകയാണ്. അപ്പം അങ്ങനെ അങ്ങയുടെ കൂട്ടുകാരനായിട്ടുള്ള അദ്ദേഹത്തെ ഒന്ന് പോയി കാണൂ. കുചേലൻ ഒന്ന് ആലോചിച്ചു, ഓ ശരി, ഞാൻ കുറേ കാലമായി കണ്ടിട്ടില്ല, പിന്നെ പിരിഞ്ഞിട്ട്, അപ്പം എന്തായാലും ഒന്ന് പോയി കാണാം എന്ന് വിചാരിച്ച് അദ്ദേഹം പുറപ്പെടുകയാണ്. അപ്പോൾ എന്താ കൊണ്ടുപോകാനുള്ളതെന്ന് ഇപ്പോൾ ഒന്നുമില്ല, കുറച്ച് അവിൽ, അത് തൻ്റെ മുണ്ടിൻ്റെ തുമ്പിൽ കിഴി കെട്ടിയിട്ട് അതും കൊണ്ടാണ് അദ്ദേഹം പോണത്. അദ്ദേഹം വളരെ നടന്ന് ദ്വാരകയിലെത്തി. ദ്വാരക അങ്ങോട്ട് കണ്ടപ്പോൾ അദ്ദേഹത്തിന് അത്ഭുതമായി. ഇദ്ദേഹത്തിന് 16,008 ഭാര്യമാരുണ്ടല്ലോ, ഇവർക്കൊക്കെ ഓരോരുത്തർക്കും വലിയ വലിയ ഭവനങ്ങളാണ്, എല്ലാ സൗകര്യങ്ങളും നിറഞ്ഞ ഭവനങ്ങളാണ്. അതൊക്കെ കണ്ടപ്പോൾ ആകെ അന്താളിച്ചു ഇദ്ദേഹം. എന്തായാലും അതിലൊരു ഗൃഹത്തിലേക്ക് പ്രവേശിച്ചു എന്നാണ് ഭാഗവതത്തിൽ പറയുന്നത്. അതിലത്തെ ഒരു വീട്ടിലേക്ക് അങ്ങോട്ട് ചെന്നു. ഇതിൽ പറയുന്നത് ശൈബ്യാഭവനം സമേയിവാൻ, നാരായണീയത്തിൽ ശൈബ്യയുടെ ഗൃഹത്തിലേക്ക് വന്നു എന്നാണ്. ശൈബ്യ എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഒരു പത്നി, മിത്രവിന്ദ എന്നാണ് പേര്. 8 പത്നിമാർ പ്രധാനമായിട്ടുണ്ടല്ലോ, രുക്മിണി, സത്യഭാമ തുടങ്ങിയിട്ടുള്ളത്. അതിൽ ആ ശൈബ്യയുടെ ഭവനത്തിലാണ് അദ്ദേഹം ഉണ്ടായിരുന്നതെന്നാണ് നാരായണീയത്തിലും പറയുന്നത്. വേറെ ചിലതിലൊക്കെ അങ്ങനെ ശൈബ്യയുടെ ഭവനത്തിൽ നിന്നാണ്, രുക്മിണി എന്നല്ല പറയുന്നത്. അപ്പോൾ അവിടെ ചെന്ന് ദൂരെ നിന്ന് കണ്ടപ്പോഴേക്കും കൃഷ്ണനെ ഓടി വന്ന് കെട്ടിപ്പിടിച്ച് സ്വീകരിച്ചു കൊണ്ടുപോയി തൻ്റെ ആ തൽപ്പത്തിൽ തന്നെ ഇരുത്തി എല്ലാ പൂജാദികളൊക്കെ ചെയ്തു. ബ്രാഹ്മണനാണല്ലോ, അദ്ദേഹത്തിന് പറഞ്ഞില്ലേ ഭക്തി, നല്ല ഒരു ഭക്തിയാണ് അദ്ദേഹത്തിന് കൃഷ്ണനെ. ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ സ്വീകരിച്ചു. ഭാര്യയുമൊപ്പം സൽക്കാരത്തിനൊക്കെ കൂടി അവർ അങ്ങനെ അവിടെ കഴിഞ്ഞു. അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ കഥകളൊക്കെ പറയുകയാണ് അവർ. അത് പരസ്പരം കണ്ടപ്പോൾ വലിയ ഒരു സന്തോഷം. നമുക്കൊക്കെ അങ്ങനെയാണല്ലോ. ഇപ്പോഴും ധാരാളം പേര് നമ്മൾ ഒത്തുകൂടാറുണ്ട് അല്ലേ, പഴയ വിദ്യാർത്ഥികളൊക്കെ ആയിട്ട് ഒത്തുചേരുമ്പോൾ നമുക്കുണ്ടാകുന്നൊരു സന്തോഷം അത് തന്നെയാണ്. അപ്പം അവർ കണ്ട് സന്തോഷമായിട്ട് ഇരുന്നു, കഥകൾ പറഞ്ഞു. ഈ ഗുരുനാഥൻ്റെ അവിടുന്ന് വിറകിന് പോയ കഥ, കാട്ടിൽ പെട്ട് വഴിയറിയാണ്ട് ഉഴന്ന കഥ, അകാലത്തിൽ മഴ പെയ്തു, അങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് അവിടെ കഴിഞ്ഞു. പിറ്റേ ദിവസം ഗുരു കാട്ടിലേക്ക് വന്ന് ഇവരെ കൂട്ടിക്കൊണ്ടുപോയി എന്ന് മാത്രമല്ല നല്ലോണം അനുഗ്രഹിക്കുകയും ചെയ്തു. ആ കഥകളൊക്കെ ഇവരിങ്ങനെ ആവർത്തിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് അങ്ങനെ നേരം പോയത് അറിഞ്ഞില്ല. രാത്രി മുഴുവനെ അങ്ങനെ അവിടെ കൂടി ഈ കൃഷ്ണൻ്റെ വർത്തമാനം കേട്ടിട്ടും സൽക്കാരം സ്വീകരിച്ചിട്ടും അങ്ങനെ കൂടി. രാവിലെ ആയപ്പോൾ അതിനു മുമ്പ് കൃഷ്ണൻ പറഞ്ഞു, എനിക്ക് എന്തെങ്കിലും കൊണ്ടുവന്നുണ്ടോ കുചേലൻ വരുമ്പോൾ? അപ്പോൾ കുചേലൻ ഈ ഇവിടുത്തെ ഇതൊക്കെ കൂടി കണ്ടപ്പോൾ തൻ്റെ ഈ ഇത്തിരി അവിൽ എങ്ങനെ ഞാൻ കൊടുക്കുകയെന്ന് വിചാരിച്ച് വളരെ ലജ്ജിച്ചിരിക്കുകയാണ്. അദ്ദേഹം അത് മറച്ചു വെച്ചുകൊണ്ടിരിക്കുക. കൃഷ്ണൻ കണ്ടു, കൃഷ്ണൻ തട്ടിപ്പറിച്ച് മേടിച്ചു, നോക്കി, എനിക്കിഷ്ടമുള്ള അവിലാണല്ലോ എന്ന് പറഞ്ഞിട്ട് അതിൽ നിന്ന് ഒരു പിടി വാരി അങ്ങോട്ട് വായിലിട്ടു. നല്ല സ്വാദ് എന്ന് പറഞ്ഞു. അത് പറഞ്ഞിട്ട് രണ്ടാമത് എടുക്കാൻ തുടങ്ങിയപ്പോഴേക്കും അവിടേക്ക് ശൈബ്യയുടെ അടുത്തേക്ക് രുക്മിണി വന്നിട്ടുണ്ടാവണം. അങ്ങനെ ആവണം കഥ. രുക്മിണി ഇത് കണ്ടപ്പോൾ ആകെ പരിഭ്രമിച്ച് ഓടി വന്ന് ഭഗവാന്റെ കൈ പിടിച്ചു. മതിയിട്ടോ, ഇത്രയൊക്കെ മതി എന്ന് പറഞ്ഞ് ആ അവിലിൻ്റെ അത് മേടിക്കുകയും ചെയ്തു. തടഞ്ഞു, ഇത്രയൊക്കെ മതി എന്നും പറഞ്ഞു. ലക്ഷ്മീദേവി, സാക്ഷാൽ ലക്ഷ്മീദേവിയാണല്ലോ ഈ രുക്മിണി. അപ്പം അങ്ങനെ തടഞ്ഞ് അത് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവർ വർത്തമാനം പറഞ്ഞ് രാത്രി കഴിച്ചുകൂട്ടി. രാവിലെ ആയപ്പോൾ കുചേലൻ യാത്ര ചോദിച്ചു. അവിടുന്ന് പുറപ്പെട്ട് പോരുകയും ചെയ്തു. പോരണ വഴിക്ക് അദ്ദേഹം ആലോചിച്ചു, ഈശ്വര, ഞാൻ ഇപ്പോൾ ഒന്നും അദ്ദേഹത്തിനോട് പറഞ്ഞില്ല, അദ്ദേഹം എന്നോടൊന്നും ചോദിച്ചില്ല. ഇനിയിപ്പോൾ ഞാൻ ഭാര്യയോടിപ്പോൾ എന്താ പറയുക? എന്നെ പറഞ്ഞയച്ചൂലോ, എന്നിട്ടിപ്പോൾ ഞാനിവിടെ വന്നിട്ട് നമ്മുടെ ദാരിദ്ര്യത്തെ കഥ ഒന്നും പറഞ്ഞില്ല, അദ്ദേഹം ചോദിച്ചുമില്ലല്ലോ, ഒന്നും തന്നുമില്ല. അങ്ങനെ സാരമില്ല എന്ന് വിചാരിച്ച് കൃഷ്ണനോട് പറഞ്ഞ വർത്തമാനങ്ങളൊക്കെ ഓർത്ത് അങ്ങനെ നടന്ന് ഇങ്ങനെ പോയിട്ട്
എവിടെയോ എത്തിച്ചേർന്നു എന്നേ പറയാനുള്ളൂ. തൻ്റെ ഗൃഹത്തിൻ്റെ അവിടെ എത്തിയത്. പക്ഷെ അവിടെ വലിയ വലിയ മണിമന്ദിരങ്ങളാണ് കാണുന്നത്. അപ്പോൾ അത് എനിക്ക് കിം മാർഗവിഭ്രംശയിരി ഭ്രമൻ എന്നാണ്. കുറച്ച് നേരം ഇത് എനിക്ക് വഴി തെറ്റിയോ, ഞാൻ എവിടെ ഇപ്പോൾ വന്നത് എന്ന് വെച്ച് പരിഭ്രമിച്ചു നോക്കി. അപ്പോഴേക്കും തൻ്റെ ഭാര്യ സർവാഭരണഭൂഷിതയായിട്ടിങ്ങനെ വരണു. അപ്പം അങ്ങനെ വന്ന് കണ്ടപ്പോൾ മനസ്സിലായി, ഓ ഇത് ശ്രീകൃഷ്ണൻ്റെ മഹാത്ഭുതമായിട്ടുള്ള കരുണ തന്നെയാണ് എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അദ്ദേഹം വീട്ടിലേക്ക് തന്നു. രത്നശാലാസു വസന്നബി സ്വയം. രത്നശാലകൾ, മണിമന്ദിരങ്ങൾ, അതിലൊക്കെ താമസിച്ചാലും അദ്ദേഹം ഒരിക്കലും ആ ഭക്തി കൈവിട്ടില്ല. അങ്ങനെ ആ ഭക്തിയോട് കൂടിയിട്ട് തന്നെ അദ്ദേഹത്തിന് മോക്ഷം കിട്ടി. അമൃതം യയവും എന്നാണ്, ആ മോക്ഷം കിട്ടി എന്ന് പറയുന്നു. ഇങ്ങനെ ആ ഭക്തൻ്റെ വാഞ്ചിതം പറയാതെ തന്നെ അങ്ങോട്ട് സാധിച്ചു കൊടുത്ത ആ ഭഗവാൻ എൻ്റെ രോഗങ്ങളെ മാറ്റിത്തരണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഭട്ടതിരി ഈ ദശകം അവസാനിപ്പിക്കുന്നത്. ഞങ്ങൾ ഇന്ന് ഇതാണ് കളിക്കുന്നത്. എല്ലാവരും അനുഗ്രഹിക്കണം. പുനഃ ക്രമാഗപശ്യൻ മണിദേ പ്രമാലയം ഭക്തേഷു ഭക്തേന സമാനിതസ്ത്വയാ. कुचेलनामा भवतः सतीर्थ्यता गतः सान्दीपनी मन्दिरे द्विजा त्वदेकरागेण धनादिनिस्पृहो दिनानि निन्ये प्रशमी गृहाश्रमी समानशीलापि तदीयवल्लभा तथैवानोचित्त जयं समेयुषि कदाचिदूचे बदवृत्तिलब्धये रमापदी किं न सखा निषेव्यते इति ऋतोऽयं प्रियया क्षुधार्तया जुगुप्समानोऽपि धने मदावहे तदा त्वदालोकन कौतुकाद्ययो वहन् परान्दे पृथुकानुपायनं गतोऽयमाश्चर्यमयीं भवत्पुरीं गृहेषु शैव्या भवनं समेवान् प्रविश्य वैकुण्ठमिवापनिर्वृतिं तवाति सम्भावनया तु किं पुनः प्रपूजितं तं प्रियया च बीजितं करे गृहीत्वा कथय पुरा कृतं यदिन्द्रनार्थं गुरुतारचोदितैरपर्तु वर्षं तदमर्षिकानने त्रपाजुषोऽस्मात् पृथुकं बलादता प्रगृह्य मुष्टौ सकृदाशिते त्वया कृतं कृतं नन् नियतेति सम्भ्रमा द्रमाखिलोपेत्य करं रुरोधते भक्तेषु भक्तेन समानितस्त्वया पुरीं वसन्नेक निशामहासुखं बदापरेद्युर्द्रविणं विनाययौ विचित्ररूप स्तव खल्वनुग्रह यदि ह्ययाचिष्य मदास्य दच्युतो वदामि भार्यां किमिति व्रजन्नसौ त्वदुक्तिलीला स्मितमग्नधि पुनः क्रमागपश्यन् मणिदीप्रमालयं किं मार्गविभ्रंश इति प्रमंशनं
गृहं प्रविष्ट सददर्श वल्लभां सखीपरीतां मणिहेमभूषितां बुबोध च त्वकरुणां महाद्भुतां सरत्नशालासु वसन्नपि स्वयं समुन्नमल्कर्ति भरोमृतं ययौ त्वमेव मा पूरितभक्तवाञ्छितो मरुत्पुराधीश हरस्व मे गदान् मरुत्पुराधीश हरस्व मे गदान्।